നിങ്ങൾക്ക് എത്ര കഠിനമായിട്ടുള്ള ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇതിൻ്റെ ഈ ഡാൻഡ്രഫ് ആണെങ്കിലും സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി മാറ്റി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളെ രണ്ടാമത്തെ സെൻ്ററായിട്ടുള്ള നേതാജി നഗറിലുള്ള ഡി ലാപ്പിൽ തുടങ്ങിയിരിക്കുന്നത്. ഡാൻഡ്രഫിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഈ 2-3 നില മൊത്തം ഇതേ ട്രീറ്റ്മെൻറ്റാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എളുപ്പം പറയാം. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു ബോഡീൻ്റെ ഒരു ബോഡി തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഡാൻഡ്രഫ് ആണെങ്കിലും സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിലും. അതായത് നമ്മളെ ബോഡി തന്നെ ഷെഡ് ചെയ്യാണ്. സ്കിൻ ലെയർ ഷെഡ് ചെയ്യുന്നു ബോഡി തന്നെ. എന്തിനാണത് ഷെഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ഈസ്റ്റ് ഉണ്ട്. ആ ഈസ്റ്റിന് നമ്മളെ തലയിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്ന് സെക്രറ്റ് ചെയ്യുന്നതാണ് സീബം. ഈ സീബം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രത്യേക തരം ഈസ്റ്റ് വരും. അപ്പോൾ ഈ ഈസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ബോഡി വിചാരിക്കുന്നത് ഇത് വലിയ എന്തോ തീവ്രവാദിയാണെന്ന് വിചാരിച്ച് ബോഡി തന്നെ ഒരു വലിയൊരു ഓട്ടോ ഇമ്മ്യൂണായിട്ട് സ്വയമേ അത് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവിടെയുള്ള സ്കിന്ന് ഷെഡ് ചെയ്യാൻ തുടങ്ങും. ഈ അൺകൺട്രോൾഡായിട്ട് ഷെഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഷെഡിങ് നടക്കുന്നത് T സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയും അതിന്. അത് കാരണമാണ് ഈ ഡാൻഡ്രഫ് ആണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു പരിധി വരെ ഡാൻഡ്രഫ് ആണെങ്കിലും നമ്മൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിലും ഒക്കെ സംഭവം അതാണ്. ബോഡി തന്നെ ഒരു റിയാക്ഷൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മെയിനായിട്ട് കാരണം ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അൺകൺട്രോളായിട്ട് ഇങ്ങനെ സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ ഇതുണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ആ സ്കിന്ന് ഷെഡായി പോകുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്നത് ആക്ച്വലി വൺ ഓഫ് ദ ജാനസ് കൈനേസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ്. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ടൈറോസിൻ കൈനേസ് എന്ന് പറഞ്ഞ എൻസൈം വഴി ആണ് നമ്മളെ ഈ ഒരു സംഭവം നടത്തുന്നത്. ഈ ഷെഡിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെൽ ഡിവിഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടത്താൻ സഹായിക്കുന്നത് ടൈറോസിൻ കൈനേസാണ്. ജാനസ് കൈനേസ് ഈ ടൈറോസിൻ കൈനേസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ജാനസ് കൈനേസ് ഇൻഹിബിഷൻ വഴി ഈ ഒരു പ്രോസസ്സ് അവിടെ ബ്ലോക്ക് ചെയ്യണം. അതുകൊണ്ട് ബോഡി പ്രത്യേകിച്ചൊന്നും റിയാക്ട് ചെയ്യേണ്ട, ഓവറായിട്ട് റിയാക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ നമ്മളെ സ്കിന്ന് അൺകൺട്രോളായിട്ട് ഇങ്ങനെ ഷെഡ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ അവിടെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്നു. അതുവഴി നമുക്ക് എന്താ ഉണ്ടാവുക, ഈ സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഇഷ്യൂസ് അവിടെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായിരുന്നു. അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്, മെയിൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം നമ്മൾ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് നോക്കും സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ ഡാൻഡ്രഫ് ആണോ എന്ന് നോക്കും. അതനുസരിച്ച് നമ്മൾ പേഷ്യൻറ്റിൻ്റെ മുകളിൽ മെല്ലെ സ്ക്രേപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ സ്ക്രേപ്പിംഗ് എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ അവിടെ രക്തം മെല്ലെ പൊടിക്കണം. ആ രക്തം പൊടിയുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഈ സ്ക്രേപ്പിംഗ് ഒന്നാകെ തലയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ശേഷം ഒരു സെലൈൻ വെച്ച് വാഷ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ജാനസ് കൈനേസ് ഇൻഹിബിറ്റേഴ്സ് ഇല്ലേ, ആ ഇൻഹിബിറ്ററിൻ്റെ ഓയിൽമെൻറ്റ് ടോഫാസെറ്റിനിബ് എന്ന് പറയുന്ന സാധനം തേക്കുന്നത് അപ്പോഴാണ്. ഈ ടോഫാസെറ്റിനിബ് അതിന് ശേഷം ഈ രക്തം പൊടിച്ചതിന് ശേഷം തേക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അത് ഉള്ളിലോട്ട് ഊന്നിറങ്ങാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ ഓരോ ബോഡീൻ്റെ തന്നെ സെൽ ഷെഡിങ് നടത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടൈറോസിൻ കൈനേസ് എന്ന് പറയുന്ന സാധനത്തിനെ ബ്ലോക്ക് ചെയ്ത് ഷെഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതിന് വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഹെയർ ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടത്തുന്ന ഒരു സാധനമാണിത്. ഫാസ്റ്റസ്റ്റ് രീതിയിൽ ഹെയർ ഗ്രോത്ത് വരുത്തുന്നതാണ് ജാനസ് കൈനേസ് ഇൻഹിബിഷൻ ട്രീറ്റ്മെൻറ്റ്. അത് വൺ ഓഫ് ദ സ്റ്റെം സെൽ ആക്ടിവേറ്റേഴ്സിൽ വൺ ഓഫ് ദ ഏജൻ്റാണിത്. നമ്മൾ സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറേ ഏജൻസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഏജൻ്റാണിത്. JAK1, 2, 3, TYK, ടൈറോസിൻ കൈനേസ് K1 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എൻസൈംസ് ഉണ്ട്, കുറച്ച് സൈറ്റോകൈൻസ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് തേക്കും. ഇത് തേച്ച് കഴിഞ്ഞിട്ട് മൈക്രോ നീഡ്ലിങ് ചെയ്യും. ജസ്റ്റ് മൈക്രോ നീഡ്ലിങ്, ഡെർമാ റോളർ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങൾ ഡെർമാ പെൻ വെച്ചിട്ടായിരിക്കും നീഡ്ലിങ് ചെയ്യുക. കണ്ടിന്യൂസ്ലി നീഡ്ൽ ചെയ്തു. അത് മൊത്തത്തിൽ നീഡ്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, പ്രോസസ്സ് കഴിഞ്ഞു. നമ്മൾ നേരെ ആൻറ്റി ഡാൻഡ്രഫ് ആയിട്ടുള്ള
ഒരു മമ-എർത്തിൻ്റെ ഒരു ഷാമ്പൂ ഉണ്ട്, സ്റ്റാർച്ച് വാട്ടർ ഷാമ്പൂ. അത് വെച്ചിട്ട് ഫുള്ളും വാഷ് ചെയ്യും. എന്നിട്ട് നിങ്ങളെ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട്. ആ ഓയിൽ മൊത്തത്തിൽ തലയിൽ തേക്കും. എന്നിട്ട് നിങ്ങളതേപോലെ വിടും. അതിന് മുന്നേ വേറെ കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. ടീ ട്രീ ഓയിൽ തേക്കുന്നതിന് മുന്നേ നിങ്ങൾ ഹെയറിന് ഫ്രിസി, അതായത് ഭയങ്കര കട്ടിയായിരിക്കുമ്പോൾ, ഡ്രൈ ഹെയർ ആയിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ഡാൻഡ്രഫിന് ചാൻസ് കൂടുതൽ. കാരണം സ്കിന്ന് ഡ്രൈ ആയിരിക്കുമ്പോൾ. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് നാനോപ്ലാസ്റ്റിയ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് ഉപയോഗിക്കുന്ന ഒരു ക്രീമുണ്ട്. ആ ക്രീം വെച്ചിട്ട് നമ്മൾ തലയിൽ തേച്ചിട്ട് ജസ്റ്റ് അത് കുറച്ച് നേരം തലയിൽ തേച്ച് നമ്മൾ ഹീറ്റ് ആൻഡ് കൂള് ബ്ലോയർ വെച്ച് ചെയ്യുമ്പോൾ വളരെയധികം സ്മൂത്താവും. അപ്പോൾ അതും കൂടി ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വിടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കയറി വരുമ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡാൻഡ്രഫ് ആണെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിൽ മാറിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ വീണ്ടും റിലാപ്സ് വീണ്ടും വരാൻ ചാൻസ് ഉള്ള ആളുകളാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഫുഡിൻ്റെ ഡയറ്റിൻ്റെ കാര്യത്തിൽ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞുതരും. എന്താണ്, എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, ഇനി അതിന് ശേഷം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വെള്ളത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അതല്ലെങ്കിൽ ഫുഡിൽ എന്തെങ്കിലും ഡയറ്ററി അല്ലെങ്കിൽ തേക്കുന്ന പ്രൊഡക്ട്സിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അതും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഷാമ്പൂസ് ഏതാ യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച് തന്നിട്ട് ഇവിടുന്ന് വിടുള്ളൂ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത് 5500 റുപ്പീസാണ്. ഇതൊരു ഓഫർ പ്രൈസാണ്. വിത്തൗട്ട് മെഡിസിനാണ് 5500. മെഡിസിൻ കൂടി കൂടുമ്പോൾ അതിൻ്റെ റേറ്റും കൂടി എക്സ്ട്രാ വരും. അപ്പോൾ 5500 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം മാത്രം നമ്മൾ വാങ്ങുന്ന ചാർജാണ്. മീൻസ് ഇത് ഒറ്റ ആയിട്ടൊരു മാസത്തെ നമ്മളിപ്പോൾ തുടങ്ങി പുതിയ ബ്രാഞ്ച്, രണ്ടാമത്തെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ആയി മീൻസ് 10 ദിവസം മുന്നേ ആയിരുന്നു. ജസ്റ്റ് ഒരു വിളക്കത്തിച്ച് അങ്ങോട്ട് കയറി, ഇത്രയേ ഉള്ളൂ. മീൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി മെയിനായിട്ടുള്ളൊരു ഉദ്ഘാടനം നടത്താനുണ്ട്, അതായിട്ടില്ല, കുറച്ചും കൂടി പണിയുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ലെവലിലായിട്ടുണ്ട് പുതിയ ക്ലിനിക്കിൽ. അവിടെ ഡാൻഡ്രഫും പഴയ ക്ലിനിക്കിൽ ഹെയർ സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റും അങ്ങനെയാണ് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ കൂടുതലും പഴയ ക്ലിനിക്കിലാണ് ഉണ്ടാവുക. ഇവിടെ ഡാൻഡ്രഫിൻ്റെ കേസസ് ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ വന്ന് കൺസൾട്ട് ചെയ്യും. അവിടെ 2 ഡോക്ടർമാർ വേറെ ഉണ്ട്. ടോട്ടൽ ഇപ്പോൾ അവിടെ 2 അല്ല 3 ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ ആ ക്ലിനിക്കിൽ. ഇവിടെ ഞാൻ മാത്രമാണുള്ളത് ഇവിടെ സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ഒന്ന് എടുക്കാം. അങ്ങനെ എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഈ സംഭവം നമ്മൾ വൈകുമ്പോൾ, അതായത് ഡാൻഡ്രഫ് തലയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പിന്നീട് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആവും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നീട് സോറിയാസിസ് വരെ ആവും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ, നമുക്ക് ആ എവിടെയാണോ ആ പൊറ്റനൊക്കെ ഫോം ചെയ്ത് പിന്നീട് ക്രമേണ അവിടെ മുടി വരാതെയാവും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നേ എല്ലാവർക്കും ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് 5500 റുപ്യ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൈസയാണ്. ഈ ഹെയറിൻ്റെ കാര്യത്തിൽ ഞാൻ ചെറിയ പൈസ ഉദ്ദേശിക്കുന്നത്, സാധാരണക്കാർക്കൊക്കെ അത് വലിയ പൈസ തന്നെയാണ്. പക്ഷേ ഹെയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഹൈഡ്രാ ഫേഷ്യൽ മുഖത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും 3000-4000 റുപ്യ കൊടുക്കണം. അതും പോട്ടെ, നിങ്ങൾക്കൊരു PRP എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും എത്ര 5000 അല്ല, ഒരു 2500-3000 രൂപ കൊടുക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ വിസിബിളായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കയറി വരുമ്പോൾ ഡാൻഡ്രഫും കൊണ്ട് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതില്ലാതെ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത് വലിയൊരു സംഖ്യയായി തോന്നും നിങ്ങൾക്ക് എന്ന്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.